Friends, in the yesterday class we have studied about the tidal power plants. Okay, so why the tidal power is required? Can you recall what is tidal power? Tides are the rising and falling of Earth's ocean surface caused by tidal forces of the moon and sun acting on the oceans. Fine. So what is tidal forces? Tidal forces is the vectorial difference between the gravitational force of the earth and gravitational force of the moon. That is, the gravitational force of earthum gravitational force of moon രണ്ടും കൂടെ ആക്ട് ചെയ്യുമ്പം സൺ എർത്തിൻ്റെ മുകളിലുള്ള വേവ്സ് മുകളിലോട്ടും താഴോട്ടും ഇത് മൂവ് ചെയ്യും. സോ അത് നമ്മൾ എന്താ പറയുക, ടൈഡ്സ് എന്ന് പറയും. സോ ടൈഡൽ പവറിനെ നമ്മൾ ടൈഡൽ എനർജി ആയിട്ടും പറയും. ഇത് ഒരു ഹൈഡ്രോ പവറാണ് that exploits the movement of water caused by tidal currents or rise and fall in the sea levels. അല്ലേ, അതായത് സീ ലെവൽ റൈസ് ചെയ്യും, സീ ലെവൽ ഫോൾ ചെയ്യും അല്ലേ. സോ അതാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് സോ രണ്ട് തരത്തിലുള്ള ഇതുണ്ട്. സീ ലെവൽ റൈസ് ചെയ്യുന്ന നമ്മൾ എന്താ പറയുക, ഫ്ലഡ് ടൈഡ് എന്നും സീ ലെവൽ ഡിക്രീസ് ചെയ്യുന്നത് നമുക്ക് എബ് ടൈഡ് എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പൽ. സോ അതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഇതിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബേസിൻ ഉണ്ട്, ഒന്ന് ബേസിൻ. സോ അനദർ ഈസ് ഓഷൻ. സോ ഓഷനിൽ ത്രൂ ഇത് ഒരു ഫ്ലഡ് ടൈഡ് ഉണ്ടാകുമ്പം സ്ലൂയിസ് വേസിൽ കൂടി ബേസിനിൽ വാട്ടർ നിറയും. സോ ബാരേജ് പറഞ്ഞാൽ ആ ബാരേജിലാണ് ടർബൈൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ബാരേജ് ഞാൻ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ബാരേജ് എന്ന്. സി ഹിയർ ദി ബാരേജ് ഈസ് ദിസ് വൺ. സോ ബാരേജിലാണ്. സോ ഇതിന് നമ്മൾ എന്താ പറയുക, ബാരേജ് എന്ന് പറയാം. ദിസ് വൺ ഈസ് ബാരേജ്. സോ ബാരേജിൽ ഫ്രണ്ട് സൈഡിൽ, അതായത് സീ സൈഡിൽ ഒരു ഗേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് സ്ലൂയിസ് ഗേറ്റ് എന്ന് പറയാം. സോ ദാറ്റ് വി കോൾ ആസ് സ്ലൂയിസ് ഗേറ്റ്. സോ ദിസ് ഈസ് സ്ലൂയിസ് ഗേറ്റ്. സ്ലൂയിസ് ഗേറ്റ് എന്ത് ചെയ്തു, ഈ ഫ്ലഡ് ടൈഡ് വരുമ്പോൾ, സോ വാട്ടർ ടൈഡ് ഫ്ലഡ് ടൈഡ് ആകുമ്പം ഈ ബാരേജിൽ കൂടെ ഈ സ്ലൂയിസ് ഗേറ്റിൽ കൂടെ വന്ന് ഈ ബേസിലേക്ക് വെള്ളം അറിയും. സോ ഇവിടെ എന്താ സംഭവിച്ചത്? സോ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഒരു ഹൈ ടൈഡ് ഇതിപ്പോൾ ലോ ടൈഡാണ്. ഇതിപ്പോൾ ഏത് ടൈഡാണ്? ദിസ് ഈസ് ലോ ടൈഡാണ്. ലോ ടൈഡ് ആയതുകൊണ്ടാണ് വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്തത്. സോ ഇവിടെ നോക്കുക, ബേസിൻ്റെ വാട്ടർ ഹൈ ആണ്, ഈ ഒരു ലെവൽ വരെ എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇനി ഈ സ്ലൂയിസ് ഗേറ്റ്സ് ഓപ്പൺ ചെയ്തു. സ്ലൂയിസ് ഗേറ്റ് ഓപ്പൺ ചെയ്തു, ഈ സ്ലൂയിസ് ഗേറ്റും ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, വാട്ടർ ലെവൽ സ്ലോലി ഫ്ലോ ഫ്രം ബേസിൻ ടു സീ ലെവൽ. അപ്പോൾ സീ ലെവലിലേക്ക് വാട്ടർ ലെവൽ ഫ്ലോ ചെയ്തു. അപ്പോൾ സീ ലെവൽ വാട്ടർ ഫ്ലോ ചെയ്ത് സീ ത്രൂ അത് പാസ് ചെയ്തു. പിന്നെ ഇനി നെക്സ്റ്റ് സൈക്കിൾ എന്താണ്? നെക്സ്റ്റ് സൈക്കിൾ വെച്ചാൽ സീ ലെവലിൽ വാട്ടർ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. സീ ലെവൽ വാട്ടർ ഈ ഒരു ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഇത് ഈ ലെവലിൽ ഡിക്രീസ് ചെയ്തു. അതായത് വാട്ടർ ലെവൽ പോയില്ലേ, പോകുമ്പോഴത്തേക്ക് അത് ഇവിടം വരെ എത്തി വാട്ടർ ലെവൽ. സോ ഈ സീ ലെവൽ വാട്ടർ ഇവിടം വരെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ടൈഡിലാണ് ഇൻക്രീസ് ചെയ്യുക? അത് ഫ്ലഡ് ടൈഡിൽ അല്ലേ. ഫ്ലഡ് ടൈഡിൽ അത് വാട്ടർ ഇവിടം വരെ ഇൻക്രീസ് ചെയ്യും. സോ അവിടം വരെ ഇൻക്രീസ് ചെയ്യുമ്പം ഐ വിൽ ജസ്റ്റ് യൂസ് ദിസ് പെൻസിൽ. ഈ വാട്ടർ ലെവൽ ഇവിടം വരെ ഇൻക്രീസ് ചെയ്യണം. സോ വാട്ടർ ലെവൽ ഇവിടം വരെ ഇൻക്രീസ് ചെയ്യണം. വാട്ടർ ലെവൽ ഇവിടം വരെ ഇൻക്രീസ് ചെയ്യുമ്പം സോ ഇവിടെ എന്താ സംഭവിക്കുക, ഈ ഒരു this water will flow and it will fill the basin. So this we call as flood tide FT. ഫ്ലഡ് ടൈഡ് വെച്ചാൽ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇനി നെക്സ്റ്റ് ടൈഡ് ഏതാണ്? നെക്സ്റ്റ് ടൈഡാണ് എബ് ടൈഡ്. സോ ഈ ഒരു ടൈഡാണ്. സോ ഇതിന് നമ്മളെന്ന് പറയാം എബ് ടൈഡ് എന്ന് പറയും. എബ് ടൈഡ്, EBB എബ് ടൈഡ്. സോ ഇതിനെ നമ്മൾ എബ് ടൈഡ് എന്ന് പറയാം. ഓക്കെ, സോ ഈ റൈസ് ആൻഡ് ഫാൾ ലെവൽസ് ഓഫ് സീനാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ
So barrages, so endana barrages, barrages makes use of potential energy from the difference in the height of head between high and low tides. ബാരേജസിലാണ് നമുക്ക് മെയിനായിട്ട് എന്തുണ്ടാവുക, ടർബൈൻസും സ്ലൂയിസ് ഗേറ്റൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ അതിലാണ് ബാരേജ് വേണ്ടത്. സോ നൗ സീ ദിസ് വൺ. സോ ഇതാണ് നിങ്ങളുടെ സിംഗിൾ ടൈഡ് ഓപ്പറേഷൻ. സോ സിംഗിൾ ബേസിൻ ഓപ്പറേഷൻ ഇതാണ്, അതായത് ഡയറക്റ്റ് വെള്ളം വരും, ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും, ബേസിൻ ഫില്ല് ചെയ്യും. പിന്നെ ഇത് ലോ ടൈഡ് ആകുമ്പോൾ ബേസിൽ നിന്ന് ഡയറക്റ്റ് ഓഷനിലേക്ക് വെള്ളം പോകും, വാട്ടർ പോകും. സോ നൗ വി സി ദി സിംഗിൾ ബേസിൻ, സിംഗിൾ എഫക്റ്റും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വി സി ഡബിൾ ബേസിൻ ടൈഡൽ പ്ലാന്റ്സ്. എ ഡബിൾ ബേസിൻ സ്കീം ക്യാൻ പ്രൊഡ്യൂസ് കണ്ടിന്യൂസ് പവർ ഔട്ട്പുട്ട്. The drawback is that the civil works becomes more extensive. Several tidal energy conversion projects are under planning or are double basin type. മിക്ക tidal energy ഏത് ടൈപ്പ് ഓഫ് ഇതാണ് ഉണ്ടാവുക, ഡബിൾ ബേസിൻ ടൈപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഡബിൾ ബേസിൻ അതിൽ രണ്ട് തരത്തിലുണ്ട്, ഡബിൾ ബേസിൻ ലിങ്ക്ഡ് ബേസിൻ പ്ലാൻ ആൻഡ് ഡബിൾ ബേസിൻ പെയർഡ് ബേസിൻ പ്ലാൻ എന്നാണ്. സോ ഹിയർ വി കൻ സി ദി ഡബിൾ ബേസിൻ ലിങ്ക്ഡ് ബേസിൻ സ്കീം. So what is linked basin? There is a link between the high basin and low basin with a barrage. So there you can see a sluice gate is there. So here the operation is the sluice gate SH. This gate SH will open under the high tide and it will fill the high basin. Sorry. Okay. And it will fill the high basin. So ഈ ഒരു ഹൈ ബേസിൻ ഫില്ല് ചെയ്യും. ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യും. ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഹൈ ടൈഡിൽ ഈ ഒരു ബേസിൻ ഫില്ല് ചെയ്യും. ഈ ഒരു ബേസിൻ ഫില്ല് ചെയ്ത ശേഷം നെക്സ്റ്റ് വൺ വാട്ട് ഹാപ്പൻസ്, ദിസ് വാട്ടർ ഫ്രം ഹൈ ബേസിൻ വിൽ ഫ്ലോ ടു ദി ലോ ബേസിൻ. And this flow from high basin to low basin is being utilized to operate the turbine. And next one, what happens when low basin fills up, then we can see that the water in the low basin, some of the water in the low basin is being sent to the sluice SL during the low tide here. അതായത് ഈ ഒരു ഓഷനിൽ ലോ ടൈഡ് ഉണ്ടാകുമ്പോൾ ലോ ബേസിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് അയക്കും. സോ അതുകൊണ്ട് നമുക്കിവിടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരേ ബേസിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് സ്ലൂയിസ് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലൂയിസ് ഗേറ്റ് SH ഈസ് ഓൺലി ഫോർ ഇത് ഫ്ലഡ് ഉണ്ടാകുമ്പം അത് ഓപ്പൺ ചെയ്ത് വിട്ടാൽ മതി, അത് വെള്ളം നിറഞ്ഞോളും. വെള്ളം നിറഞ്ഞിട്ട് ഇവിടെ ഒരു റിസർവോയർ പോലെ ആക്കിയിട്ട് നിങ്ങളുടെ വെള്ളം ഇതിലേക്കൂടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വെള്ളം ഡയറക്റ്റ് ആ ഒരു വാട്ടർ ഡയറക്റ്റ് ഈ ഒരു ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ശേഷം ഈ ലോ ബേസിൻ്റെ the water stored in the low basin can be used and it can be sent through the sluice SL. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ്. നെക്സ്റ്റ് വൺ വി സി ഡബിൾ ബേസിൻ പെയർഡ് ബേസിൻ സ്കീം. സോ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് പവർ ഉണ്ടാവണമെന്നില്ല. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ബേസിന് യു ക്യാൻ യൂസ് ദി സിംഗിൾ ബേസിൻ and you can partition the single basin into two, that is high basin and low basin, and you can use it more effectively. And next one, the double basin paired basin scheme. So you see here double basin paired basin scheme. So double basin paired basin scheme le രണ്ട് turbine generator set ഉണ്ടാവും. So one turbine set is in the high basin and the other turbine generator set is in low basin. So high basin illa turbine generator set എന്ത് ചെയ്തു, sluice SH എപ്പോഴും ഓപ്പൺ ചെയ്യാം, അത് ഹൈ ഫ്ലഡ് ടൈഡ് ഉണ്ടാകുമ്പോൾ ഹൈ ബേസിൽ വെള്ളം നിറയും. അപ്പോൾ ഇത് ലോ ടൈഡ് ഉണ്ടാകുമ്പോഴോ എപ് ടൈഡ് ഉണ്ടാകുമ്പോൾ ഹൈ ബേസിൽ നിന്ന് ടർബൈൻ ജനറേറ്റർ ത്രൂ വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പം ടർബൈൻ ജനറേറ്റർ സെറ്റ് അത് ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ യു സി ഹിയർ. നെക്സ്റ്റ് വൺ ദി ലോ ബേസിൻ. സോ ലോ ബേസിൻ പറയുമ്പോൾ എന്തായിരുന്നു, ലോ ബേസിന് so from the low basin you can see that SL, so the SL will operate during the sluice SL will operate
through this turbine. So ഇവിടെ എന്താ വെച്ചാൽ സെപ്പറേറ്റ് സ്ലൂയിസ് ഗേറ്റ് ഇല്ല, ഒരേ ടർബൈൻ ജനറേറ്റർ സെറ്റിൽ തന്നെ സ്ലൂയിസ് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. സോ ഇതിനെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡ്യൂറിങ് ഹൈ ടൈഡ് ദി ഹൈ ബേസിൻ ഈസ് ഫിൽഡ് ബൈ സ്ലൂയിസ് HS. സോ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ടൈഡിൽ ഹൈ ബേസിൻ ഫിൽ ചെയ്തു. ആൻഡ് ഡ്യൂറിങ് ലോ ടൈഡ് ദി ഹൈ ബേസിൻ ഡിസ്ചാർജസ് വിയ ടർബൈൻ SH. Similarly, during high tide, low basin is filled via turbine S. അതോടെ ഹൈ ടൈഡിൽ എന്ത് ചെയ്തു, ലോ ബേസിൻ ഫിൽ ചെയ്തു. ആൻഡ് ഡ്യൂറിങ് ലോ ടൈഡ് ദി ലോ ബേസിൻ ഈസ് സ്ലൂയിസ്ഡ് വിയ SL. സെയിം തിങ്. ഓക്കെ. സോ ഇതിന് ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ all through these schemes lead to the continuous output, yet its power supply remains irregular and there is no solution for equalizing the great difference in the output between spring and Niptide operation. അതായത് സ്പ്രിംഗ് ടൈഡ് പിന്നെ നീപ് ടൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നമ്മൾ അത് ഈക്വൽ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവണം. അതായത് വളരെ ഹൈ ഫ്ലഡും വളരെ ലോ വാട്ടർ ലെവലും അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിലയബിലിറ്റി ഓഫ് സപ്ലൈ നമുക്ക് യു കനോട്ട് എൻഷ്യൂർ ദി റിലയബിലിറ്റി ഓഫ് സപ്ലൈ ഫോർ എ ടൈം. So what is spring tide and neap tide? Spring tide is caused during when the sun moon are in linear. അതായത് സണ്ണിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ മൂൺ ഉണ്ടാവണം. സോ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നോക്കുക, സ്പ്രിംഗ് ടൈഡ് എന്ന് വെച്ചാൽ ഒരു സണ്ണ് മൂന്ന് എർത്ത്, അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്നതാണ് സ്പ്രിംഗ് ടൈഡ്. നീപ് ടൈഡ് ഇപ്പോൾ പറഞ്ഞാൽ എന്താ, സണ്ണ് എർത്ത് പിന്നെ മൂന്ന് ഇങ്ങനെ ഉണ്ടാവും, മൂന്ന് ഈ റേഞ്ചിലുണ്ടാവും. സോ ഈ സമയത്ത് വരുന്നതാണ് നീപ് ടൈഡ് എന്ന് പറയും. സോ ഈ രണ്ട് തരത്തിലെ ടൈഡിലും എന്ത് ചെയ്തു, ആ ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആണെന്ന് എൻഷുർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് difficult to find two tidal sites within the reasonable distance of each other having the requisite difference in time of high water. ഒരു ഹൈ വാട്ടറിൽ ഒരു ഈക്വൽ വാട്ടർ ലെവലിൽ കിട്ടുന്ന ഒരു സൈറ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നൗ വി സീ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദിസ് വൺ. സോ ഇതന്നെ നമ്മളിപ്പം പഠിച്ചുണ്ടായത് ടൈഡൽ കോമ്പണൻസ്. എന്തൊക്കെയാണ് കോമ്പണൻസ് ഓഫ് ടൈഡൽ പവർ പ്ലാന്റ്സ്? ഒന്ന് ഗേറ്റ്. സോ എന്തൊക്കെയാണ് കോമ്പണൻസ് ഉണ്ടാകുന്നത്? വൺ ഈസ് ദി ഗേറ്റ്സ് ആൻഡ് ലോക്സ്, ഗേറ്റ് ആൻഡ് ലോക്ക്. പിന്നെന്താ, പിന്നെ പവർ ഹൗസ്, പിന്നെ ബൾബ് ഗ്രൂപ്പ്, റിം ടൈപ്പ് ടർബൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോമ്പണൻസ്. സോ ഗേറ്റ്സ് ആൻഡ് ലോക്സ് പറഞ്ഞാൽ എന്താ, ടൈഡൽ പവർ ബേസിൻസ് ഹാവ് ടു ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ് ഗേറ്റ്സ് ആർ ഓപ്പൺ റെഗുലർലി ആൻഡ് ഫ്രീക്വൻ്റ്ലി ബട്ട് ഹെഡ്സ് ആർ വേരി ഇൻ ഹയസ്റ്റ് ഓൺ ദി സ്ലൈഡ്സ് വേർ ദേ occur, which is not the case with conventional river projects. The gate must be opened and closed rapidly and this operation should be use power. സോ എന്താണ് ഈ ഗേറ്റ്സ്? നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല ഒരു ഗേറ്റ്സ്. സോ ഇവിടെ ഒരു ഗേറ്റ് കാണുന്നില്ല നിങ്ങൾ. സോ യു ക്യാൻ സീ ഗേറ്റ് ഹിയർ, ഗേറ്റ്സ് അല്ലേ. സോ ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പണൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ദർ കോമ്പണൻറ്റ്. ഫസ്റ്റ് ഗേറ്റ്സ് ആൻഡ് ലോക്സ് ആണ്. നെക്സ്റ്റ് വൺ ദി പവർ ഹൗസ്. Because small heads only available, large size turbines are hence powerhouse is also large structure. Both French and Soviet operating use the bulb type of turbine, the propeller type with reversible blades. Or bulb type of turbine ആണ് നമ്മൾ ഉപയോഗിക്കുക, അത് റിവേഴ്സിബിൾ ബ്ലേഡ്സ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യും. So you will be seeing what is bulb type of turbine and all in the 6th module. Okay, first one, next the bulb. The bulb type turbine is an example of flow turbine. The bulb set, resembling in appearance of small submarine, is made up of an egg-shaped
steel contains an horizontal duct in which alternator and Kaplan turbine is placed and entirely surrounded by water. സോ ഒരു മിനിറ്റ്, ഇപ്പം ബൾബ് ടൈപ്പ് ടർബൈൻ എന്ന് പറയാം. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നില്ലേ ഒരു ബൾബ് ടൈപ്പ് ടർബൈന്. സോ ഇതൊരു ബാരേജിലാണ്. സോ ഇവിടെ നമുക്ക് ഇതിന് നമ്മൾ എന്താ ബൾബ് ടൈപ്പ് ടർബൈൻ എന്ന് പറയാം. സോ യു ക്യാൻ കോൾ ദിസ് ആസ് ട്യൂബുലാർ ബൾബ് ടൈപ്പ് ടർബൈൻ. ട്യൂബുലാർ ബൾബ് ടൈപ്പ് ടർബൈൻ എന്ന് പറയാം. സോ ഈ ബൾബിൻ്റെ ഹെഡ് ഇവിടെ ഉണ്ടാവും. സോ വാട്ടർ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ടാവും. സോ ഇവിടെ ഈ റിസർവോയർ, അതായത് നിങ്ങളെ ഇടത്തോട്ട്, അതായത് ബൾബ് ഹെഡിൻ്റെ ഇടത്തോട്ടായിരിക്കും റിസർവോയർ ഉണ്ടാവുക. ഈ വാട്ടർ ഔട്ട്ലെറ്റ് സൈഡിലായിരിക്കും ഓഷൻ ഉണ്ടാവുക. അപ്പോൾ റിസർവോയറിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, വാട്ടറിൻ്റെ ആ ബ്ലൂ കളർ ലൈന് അത് ഡയറക്റ്റ് വന്നിട്ട് ആക്സിസിൽ ടർബൈനിന് റൊട്ടേറ്റ് ചെയ്യും. റിം ടൈപ്പ് ഓഫ് ടർബൈൻ ആയിരിക്കും അത്. റൊട്ടേറ്റ് ചെയ്തിട്ട് ആ വാട്ടർ ഔട്ട്ലെറ്റ്, അപ്പോൾ എന്താ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പം ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യും. ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ ജനറേറ്റിംഗ് സ്റ്റേഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. സോ ഇങ്ങനെയാണ് ഈ ബൾബ് ടൈപ്പ് ഓഫ് ടർബൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, fine. Next one, the different types of turbines are used. Steady usually mentioned include shaft turbine, rim type turbine or straight flow turbine, whereas the gear is attached on the turbine blades arrangement that couples two turbines of conventional type of one generator and the other hydraulic system. So ഇവിടെ എന്താ വെച്ചാൽ ടർബൈനിൽ ഒരു ഗിയറൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആ ടർബൈൻ്റെ അടുത്ത് തന്നെ ഇവിടെ ആൾട്ടർനേറ്റർ ഉണ്ടാവും. സോ നെക്സ്റ്റ് വൺ, ദി യൂട്ടിലൈസേഷൻ ഓഫ് ടൈഡൽ എനർജി. അത് നമ്മൾ നോക്കി, എന്ത് സിംഗിൾ ബേസിനും ഡബിൾ ബേസിനും എന്താണ്. സോ സിംഗിൾ ബേസിൻ അത് സ്ട്രക്ചേഴ്സൊക്കെ നോക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കണമെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ഒരു ടൈഡൽ സൈക്കിൾ പറഞ്ഞാൽ ഒരു റൈസ് ആൻഡ് ഫോൾ ടൈഡ്, അതായത് ഒരു ഫ്ലഡ് ടൈഡും മറ്റൊരു എബ് ടൈഡും ആ ഒരു ടൈം ഡിഫറൻസ് പറയുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? 24 hours 50 minutes ഉണ്ടാവും. ഒരു ടൈഡൽ സൈക്കിളിൻ്റെ മൊത്തത്തിലുള്ള സമയം പറയുകയാണെങ്കിൽ 24 hours 50 minutes ആണ്. അപ്പോൾ ഒരു ഫ്ലഡ് ടൈഡ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ 12 മണിക്കൂർ 25 മിനിറ്റ് ഉണ്ടാവും. 12 മണിക്കൂർ 25 മിനിറ്റ് ഉണ്ടാവും. അതെങ്ങനെയാണ് ഞാനിപ്പം കാണിച്ചു തരാം. സോ ഇവിടെ നോക്കുക, ഇത് ഒരു ഹൈ ടൈഡൽ ലെവലാണ്. ഒരു ഫ്ലഡ് ടൈഡ് ദ ഇൻഡിക്കേറ്റ്സ് ദി ഫ്ലോ ഓഫ് ഇൻ്റർവൽ ബിറ്റ്വീൻ സിംഗിൾ ബേസിൻ ആൻഡ് സിംഗിൾ ടൈഡ്. ഇത് 12 മണിക്കൂർ 25 മിനിറ്റാണ്. അപ്പം ഇത് ഒരു സൈക്കിളായി. അപ്പോൾ ഇതേപോലെ ഒരു ദിവസം എത്ര സൈക്കിൾ ഉണ്ടാവും? 2 സൈക്കിൾ വരും. ഒരു സൈക്കിൾ ഫുള്ള് ലോഡ് ലെവലും പിന്നെ ഒരു ഹൈ ലെവലും. അതേപോലെ എത്ര സൈക്കിൾ? 12 മണിക്കൂർ 25 മിനിറ്റ് ഉണ്ടാവും അപ്രോക്സിമേറ്റ്ലി. ആൻഡ് ഇതേപോലെ എത്ര സൈക്കിൾ വരും? 2 സൈക്കിൾ വരും. ഓക്കെ, സോ അതാണ് ഇവിടെ ഒരു വെയിറ്റിങ്ങും ഒരു റീഫില്ലിങ്ങും തമ്മിലുള്ള. അതായത് ഒരു ടൈഡൽ സൈക്കിൾ 12 hours 25 minutes ആണ്. ഒരു ദിവസം 2 ടൈഡൽ സൈക്കിൾസ് ഉണ്ടാവും. See the advantages of tidal power. So advantages of tidal power is the predictable source of green energy during lifetime of barrage. നിങ്ങൾക്ക് എന്താ ബാരേജ് എന്ന് മനസ്സിലായില്ലേ? ആ ബാരേജിൻ്റെ ലൈഫ് ടൈം ഉണ്ടാവുന്നിടത്ത് എത്ര കാലം വരെ ആ ബാരേജ് അവിടെ ഉണ്ടാവുമോ അത്രയും കാലം വരെ നമുക്കൊരു എനർജി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ എൻഷ്യൂർ ദാറ്റ് യു ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ് മച്ച് ഓഫ് എനർജി until the barrage is there, and it produces no greenhouse gases or other waste. It needs no fuel also. Not expensive to maintain. Tidal energy has an efficiency of 80% in converting the potential energy of water into electricity. Or potential energy of water na electricity produce an 80% vare and efficiency ഉണ്ട്. Vertical axis tidal generator may be joined together in series to create tidal fans capable of generating electricity on a scale comparable to the largest existing fossil fuel based hydroelectric and nuclear energy generating facilities. അതായത് ഒരു വെർട്ടിക്കൽ ആക്സിസ് ഒരു ടർബൈനൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ നേരത്തെ കാണിച്ചില്ലേ ബൾബ് ടൈപ്പ് ഓഫ് ടർബൈൻ, അത് പറഞ്ഞ് കാണിച്ചില്ലേ? സോ നിങ്ങൾക്ക് ഒരു മിനിറ്റ് നിങ്ങൾ കാണിച്ചു തരാം ഒരു ബൾബ് ടൈപ്പ് ഓഫ് ടർബൈൻ എങ്ങനെ കണക്ട് ചെയ്യുന്നത്. സോ ഇതേപോലെ ഒരു വെർട്ടിക്കൽ ആക്സിസ് ടർബൈൻ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കുക. ഈ ഒരു ബൾബ് ടൈപ്പ് ഓഫ് ടർബൈൻ അല്ലേ,
ഈ ബൾബ് ടൈപ്പ് ഓഫ് ടർബൈനിൽ നോക്കുക, ഇത് റിസർവോയറാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ. ഇത് റിസർവോയറാണ്, ബേസിനാണ്, ഇത് സീ ലെവലാണ് എന്നൊക്കെ കരുതുക. സോ ഇത് സീ ലെവലാണ് കരുതുക. സോ ഇവിടെ നോക്കുക, ആ ടിക്കാക്കിയ സ്ഥലത്ത് ആണ് നിങ്ങളുടെ റിസർവോയർ ഉണ്ടാവുക. മറ്റതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന സ്ഥലത്താണ്, അതായത് നിങ്ങളുടെ ഈ ഒരു ടർബൈന്. സോ ഈ ഒരു റെഡ് കളർ ഇത് കാണില്ലേ, നിങ്ങളിപ്പോൾ ഒരു റെഡ് കളർ കാണുന്നില്ലേ. സോ ഇതാണ് നിങ്ങളുടെ ബൾബ് ടർബൈൻ. സോ ദിസ് ഈസ് വെർട്ടിക്കൽ ആക്സിസ് ടർബൈൻ. ഓക്കെ. സോ ദി വെർട്ടിക്കൽ ആക്സിസ് tidal generator may be joined together in series to create a tidal fence. So ഇതാണ് ഇവിടെ വെർട്ടിക്കൽ ആക്സിസ് ടൈഡൽ ജനറേറ്റർ സീരീസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് ഇവിടെ നോക്കാം, ഇതേപോലെ സീരീസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാനാണ് ഇതിൽ പറയുന്നത്. സോ എ ബാരേജ് അക്രോസ് ആൻഡ് സോ വാട്ട് ഈസ് ദി ഡിസഡ്വാൻറ്റേജസ്? Disadvantages of using tidal power is a barrage across an estuary is very expensive to build and the effect are very wide area. The environmental is changed for many miles upstream and downstream. അതായത് ഇത് ബാരേജ് നമ്മൾ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു സീ ഷോറിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ആ സീ ഷോറിൽ ഉണ്ടാകുന്ന ആമകളും പിന്നെ പല ജന്തുക്കൾക്കും അത് ബാധിക്കും. പിന്നെ അത് സോ ആൻഡ് ഓൾസോ ഇറ്റ് കനോട്ട് ബി and it requires the wide area to build also. And next one, it provides power for around 10 hours each day when tide is actually moving in or out, which is not very much. So ഇത് almost ഒരു ദിവസം 24 ഹവേഴ്സും പവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. ആ സീ ലെവലിൻ്റെ റൈസ് ആൻഡ് ഫോളിന് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു 10 മണിക്കൂറൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യായിരിക്കും. എക്സിസ്റ്റിംഗ് എക്കോസിസ്റ്റം വുഡ് ഹെവിലി ബി ആൾട്ടേർഡ് ആൻഡ് ന്യൂ സ്പീഷീസ് മൂവ് ഇൻ ആൻഡ് പെർഹാപ്സ് ഡോമിനേറ്റ് ഓൾഡ് സ്പീഷീസ്. ടൈഡൽ പവർ സ്കീംസ് ഹാവ് ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്. ടൈഡൽ പവർ സ്കീമിന് ഒരു ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ട്. സോ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജ്. സോ നെക്സ്റ്റ് വന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റാണ്. ടൈഡൽ പവർ സ്കീം ഈസ് എ ലോങ് ടേം സോഴ്സ് of the electricity. A proposal for the severe barrage, if built, Severn barrage is built, has been projected to save 18 million tons of coal per year operation. This decreases the output of greenhouse gases into the atmosphere. So ഇതിൻ്റെ മേജർ ഉണ്ടാകുന്ന ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എമിറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് അത്രയും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ. ആൻഡ് ഇഫ് ഫുസിൽ ഫ്യൂവൽ റിസോഴ്സസ് ഇസ് ലൈക്ലി ഡിക്ലൈൻ ദ 21st century as predicted by Huber peak theory, the tidal power is one of the alternative source of energy that will need to be developed to satisfy the human demand for energy. So tidal power ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോസിൽ ഫ്യൂവൽസിനെ റിലേ ചെയ്യുന്നതും കുറക്കാൻ പറ്റും. സോ ഇതാണ് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ്. സോ ഇവിടെ പ്രസൻറ്റിൽ ഇന്ത്യയിൽ ഗൾഫ് ഓഫ് കച്ചിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ക്യാൻസൽഡ് ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഞാൻ. സോ ഇത് ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം എക്സാമിൽ. സോ ഇതാണ് രണ്ട് തരത്തിൽ. ഇത് ഇവിടെ നമുക്ക് കാണുന്നത് ഓൺ ഷോറാണ്, ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഓൺ ഷോറാണ്, ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഓഫ് ഷോറാണ്. സോ ഇത് നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഓഫ് ഷോർ വിൻഡ് ടർബൈനും ഇത് നിങ്ങളെ ആ ഒരു വാട്ടറിൽ തന്നെ, അതായത് സീയിൽ തന്നെ ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്ന ഒരു വിൻഡ് ടർബൈനാണ് കാണുന്നത്. സോ ഇതാണ് നിങ്ങളെ മെയിനായിട്ട്
ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 തരത്തിലുണ്ട്. അതായത് ഓൺഷോർ ഓഷൻ തെർമൽ എനർജി കൺവേർഷനാണ് ഇനി പഠിക്കുന്നത് നിങ്ങൾ. അപ്പം ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ പറയുകയാണെങ്കിൽ ഓഷൻ്റെ തെർമൽ എനർജി, ഓഷനിൽ ഡിഫറൻസ് ഉണ്ടാവുന്ന തെർമൽ എനർജി, അത് ഓഷൻ്റെ ടോപ്പ് ലെയറിൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഓഷൻ്റെ താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. സോ ആ ഒരു ഡിഫറൻസ് ഇൻ തെർമൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ഓഷൻ തെർമൽ എനർജി സോഴ്സ്, എനർജി കൺവേർഷൻ സിസ്റ്റംസ്, OTEC. അതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഫൈൻ.